മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടോസ് കിട്ടിയ പഞ്ചാബ് ശരിക്ക് ബാറ്റ് എടുക്കാണ്ട് ഡയറക്റ്റ് ബോളിംഗ് ആണ് ചൂസ് ചെയ്തത്. ആൻഡ് അത് എന്തോ ഒരു കോൺഫിഡന്റ് ഉണ്ട് ചേസ് ജയിക്കാൻ പറ്റുന്നുള്ളത്. അത് ശ്രേയസ് അയ്യറിന്റെ ആ ഒരു കോൺഫിഡൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സംസാരിക്കുന്ന സമയത്ത്. അതിന്റെ ഒരു റിസൾട്ട് ഫസ്റ്റത്തെ പവർ പ്ലേയിൽ തന്നെ കാണാനും പറ്റി. കാരണം ഇന്ന് ജോഷ് ഇംഗ്ലീഷിന്റെ കൂടെ മിച്ചൽ മാർഷ് എന്ന വെടിക്കെട്ടുകാരൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് കുൽക്കർണി ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിക്കറ്റ് അധികം സമയം വൈകാണ്ട് തന്നെ കിട്ടുകയും ചെയ്തു. ടീമിന്റെ ടോട്ടൽ 20 റൺസ് ആകുമ്പോഴേക്കും 2 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. നിക്കോളാസ് പൂരനും കുൽക്കർണിയും ഔട്ടായി. അത് കഴിഞ്ഞ് പന്തും അതുപോലെ ജോഷ് ഇംഗ്ലീഷും കൂടിയാണ് കുറച്ചു നേരം നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തത്. 20 റൺസിന് 2 വിക്കറ്റ് പോയ സ്റ്റേജിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് കുറച്ചെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തത് നമ്മുടെ ജോഷ് ഇംഗ്ലീഷും അതുപോലെ ആയുഷ് ബദോണിയും കൂടി ചേർന്നാണ്. 69 റൺസ് ആയപ്പോഴാണ് മൂന്നാമത്തെ വിക്കറ്റ് പോകുന്നത്. അപ്പോഴേക്കും പവർ പ്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 6.4 ഓവറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല വെടിക്കെട്ട് അടിയായിരുന്നു ശരിക്കും ആയുഷ് ബദോണി അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പവർ പ്ലേയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്കോർ LSGക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. 18 ബോളിൽ 43 റൺസാണ് ആയുഷ് ബദോണി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5 4ഉം 3 6ഉം ഉണ്ടായിരുന്നു. 238 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ആയുഷ് ബദോണി ഔട്ടായതിനു ശേഷം ഋഷഭ് പന്ത് വന്നു. ഋഷഭ് പന്തും നമ്മുടെ ജോഷ് ഇംഗ്ലീഷും കൂടി അത്യാവശ്യം നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയായിരുന്നു. 69 എന്ന് ടീമിന്റെ ടോട്ടൽ 134 ആകുമ്പോഴാണ് നാലാമത്തെ വിക്കറ്റ് പോകുന്നത്. ഋഷഭ് പന്ത് 22 ബോളിൽ 26 റൺസാണ് എടുത്തത്. 3 4 ആയിരുന്നു ആൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്ന അബ്ദുൾ സമദും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. അതായത് ഇന്നത്തെ പാർട്ട്ണർഷിപ്പ് LSGയുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 30 40 50 ആ റേഞ്ചിലുള്ള ഒരു പാർട്ട്ണർഷിപ്പെ അവർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത തന്നെയായിരുന്നു ഇന്നത്തെ LSGയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ലാസ്റ്റിലോട്ട് വന്നിട്ട് അബ്ദുൾ സമദും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. 20 ബോളിൽ 37 റൺസാണ് എടുത്തത്. 3 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്ന ആള്. ജോഷ് ഇംഗ്ലീഷ് 44 ബോളിൽ 72 റൺസ് എടുത്തിട്ടാണ് ആൾ ഔട്ട് ആയത്. 9 4ഉം 2 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6 വിക്കറ്റ് പോയിട്ട് 20 ഓവർ കഴിയുന്ന സമയത്ത് നമ്മുടെ അർജുൻ ടെണ്ടുൽക്കറും അതുപോലെ തന്നെ അബ്ദുൾ സമദാണ് ക്രീസിലുണ്ടായിരുന്നത്. അബ്ദുൾ സമദ് നോട്ട് ഔട്ട് ആയിരുന്നു ആ ഒരു വെടിക്കെട്ടോട് കൂടി കളിച്ചിട്ട്. പഞ്ചാബിന്റെ ബൗളേഴ്സിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ബോളർ ഇന്ന് ഹർഷദീപ് സിംഗ് ആയിരുന്നു. 3 ഓവർ ബോൾ ചെയ്യുമ്പോൾ തന്നെ 52 റൺസാണ് ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 17 മേലെയായിരുന്നു എക്കണോമി. 3 ഓവർ ബോൾ ചെയ്തപ്പോൾ 4 ഓവറിലൊക്കെ പിന്നെയും കൊടുക്കാറുണ്ട്. പക്ഷെ 3 ഓവറിൽ തന്നെ 18 ബോളിൽ 52 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആള്. ബാക്കിയുള്ള ബോളേഴ്സ് ഒക്കെ 10ൽ താഴെയായിരുന്നു എക്കണോമി. ശരിക്കും ഇന്ന് പഞ്ചാബിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ബോൾ എറിഞ്ഞത് യുസ്വേന്ദ്ര ചാഹൽ തന്നെയായിരുന്നു. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 25 റൺ വെറും 25 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാഹലിന് ഒരു ബെസ്റ്റ് പാർട്ട്ണർ ആയിട്ട് തന്നെ മാർക്കോ യാനിസൺ ഉണ്ടായിരുന്നു. 4 ഓവറിൽ 33 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ഓവറിൽ 29 റൺസ് കൊടുത്തിട്ട് 2 പേര്, അതായത് ശശാങ്ക് സിംഗും അതുപോലെ തന്നെ ഉമർ സായിയും ഓരോ വിക്കറ്റുകൾ വീതെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈശാഖ് വിജയകുമാർ 3 ഓവർ ബോൾ ചെയ്ത സമയത്ത് 26 റൺസേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ചേസിന് ഇറങ്ങിയ പഞ്ചാബിന് അത്ര നല്ല തുടക്കമായിരുന്നില്ല. കാരണം ഫസ്റ്റ് ബോളിൽ തന്നെ നമ്മുടെ പ്രിയാൻഷ് ആര്യ, അതായത് പഞ്ചാബിന്റെ ഏറ്റവും വിശ്വസ്തർ അല്ലെങ്കിൽ അത്രയും കോൺഫിഡന്റ് ഉള്ള ഓപ്പണേഴ്സ് ആണ് പ്രഭ്സിമ്രാനും അതുപോലെ പ്രിയാൻഷ് ആര്യയും. പക്ഷേ പ്രിയാൻഷ് ആര്യ ഫസ്റ്റ് ബോളിൽ തന്നെ ഡക്ക് അടിച്ചാണ് ഇന്ന് പോയത്. മുഹമ്മദ് ഷമിയുടെ ബോളിലാണ് ആൾ ഔട്ടായത്. അത് കഴിഞ്ഞ് ടീമിന്റെ ടോട്ടൽ 22 ആകുമ്പോഴേക്കും രണ്ടാമത്തെ വിക്കറ്റും പോയി. അതും മുഹമ്മദ് ഷമി തന്നെയാണ് ഇന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സൂപ്പർ കൂപ്പർ കോൺലി. കാരണം കൂപ്പർ കോൺലിയിൽ എപ്പോഴും ഒരു വിശ്വാസമാണ്. കൂപ്പർ കോൺലി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് അത്യാവശ്യം ഫോം ആവുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷേ ഇന്നും ആൾക്ക് വലിയൊരു ഇന്നിംഗ്സിലോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല.